ചുമ്മാ ഇരുന്ന എങ്ങനെയാ? നിങ്ങൾക്ക് അമ്മയാണ് പ്രധാനമെങ്കിൽ അതങ്ങ് പറഞ്ഞേക്ക്. നീ എന്തൊക്കെയാ പറയുന്നേ? ഇനി വരവും ചെലവും ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. നിങ്ങൾ ശമ്പളം എന്റെ കൈ കൊണ്ട് തരണം. അപ്പോ എന്റെ അമ്മയ്ക്ക് കാശിന് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നിന്റെ അടുത്ത് ചോദിക്കണമെന്നാണോ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇന്ന് പ്രിയപ്പെട്ട സഹോദര, കുടുംബത്തെ എങ്ങനെയാണ് നോക്കുക, ഭാര്യയെ എങ്ങനെയാണ് നോക്കുക, അമ്മയെ എങ്ങനെയാണ് നോക്കുക, രണ്ടുപേരെയും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖത്തോടെ ഈ പരിപാടി കാണുകയായിരിക്കാം. നിങ്ങൾ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കപ്പെടും. ഭാര്യയ്ക്കായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അമ്മയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് തീർച്ചയായും മാറ്റമുണ്ടാക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. സഹോദരൻ മോഹൻ സി ലാസറസിനു വേണ്ടിയും യേശു വിടുവിക്കുന്നു ശുശ്രൂഷ സ്ഥാപനത്തിനു വേണ്ടിയും നിങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിച്ചു വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഈ ശുശ്രൂഷ സ്ഥാപനത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഇന്നേ ദിവസം ഭർത്താവ് ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അമ്മയ്ക്കാണോ ഭാര്യയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ആരുടെ പക്ഷം നിൽക്കണം എന്നുള്ളത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കാണാൻ പോകുന്നു. 10 മാസം ചുമന്ന് പ്രസവിച്ചവളാണ് എന്ന് പറഞ്ഞ് അമ്മയുടെ മേൽ സ്നേഹം പൊഴിയാം. എന്നാൽ താലികെട്ടിയ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ മക്കളെയും ആയുസ് മുഴുവനും താങ്ങി ചുമക്കുന്ന ഭാര്യയെയും അമ്മയ്ക്ക് സമം തന്നെയാണ്. അതിനാൽ ഒരാളെ മാത്രം പ്രത്യേകം സ്നേഹിച്ച് മറ്റൊരാളെ ഉപേക്ഷിക്കാൻ പാടില്ല. ഇതും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. അതിനാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ച് നിങ്ങളുടെ കുടുംബം ഒരു നല്ല വീടാക്കി മാറ്റുക. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ചേച്ചി, ഏട്ടാ, ഇന്ന് വൈകിട്ട് കുറച്ച് നേരത്തെ വീട്ടിലേക്ക് വരണേ. അല്ല, ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, അതുകൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. നേരത്തെ വരണം കേട്ടോ. ശമ്പളം കൊണ്ടുവരുന്നതേ കുടുംബം നടത്താനാണ്. ഷോപ്പിംഗ് ചെയ്ത് ചെലവാക്കാനല്ല. നീ എന്താ നിൽക്കുന്നെ? ഓഫീസിൽ പോവാൻ സമയമില്ലേ? പോയിക്കോ. ഞാനിന്ന് ഓഫീസിൽ വരുന്നില്ലടി. അതെന്താടി? എനിക്ക് തലവേദനിക്കുന്നു. അതുകൊണ്ട് ഞാനിന്ന് ലീവ് എടുത്തു. മാനേജർക്കും SMS അയച്ചിട്ടുണ്ട്. നീയും ഒരു വാക്ക് പറഞ്ഞേക്കണേടി. ശരിയടി, ഞാൻ പറഞ്ഞോളാം. ആ, ഒരു ചായ ഇട്ട് കുടിച്ചാലേ ശരിയാവൂ. തല വേദനിച്ചിട്ട് ഒരു ചായ ഇട്ട് കുടിക്കാന്ന് വിചാരിച്ചാ ഇവിടെയും വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങിയല്ലോ. ഹലോ, സുഖം തന്നെയല്ലേ മോളെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ഒരു വല്ലായ്മ? അമ്മ എന്താ ഈ പറയുന്നേ? എന്റെ അമ്മായിയമ്മ ഉള്ളിടം വരെ ഞാൻ എങ്ങനെ സുഖമായിട്ടിരിക്കാനാ? അത് ശരി തന്നെയാ. ഞാൻ പറഞ്ഞത് നീ ഭർത്താവിനോട് പറഞ്ഞോ? ഇല്ലമ്മേ, പറയാനുള്ള സമയമായിട്ടില്ല. എത്രയും പെട്ടെന്ന് പറഞ്ഞേക്കാം. അത് കൊള്ളാം.
ഇതിനൊക്കെ ആരെങ്കിലും നല്ല നേരം നോക്കോ? ഒന്ന് വേഗം പറ. ശരി അമ്മേ. വരവും ചെലവൊക്കെ നീയല്ലേ നോക്കുന്നെ? ഇതൊക്കെ പറഞ്ഞു തരണോ? നേരത്തെ എത്തിയല്ലോ. ശരി, ശമ്പളത്തിന്റെ കവർ എവിടെ? എന്തായിട്ടാ ആലോചിക്കുന്നേ? വരുന്ന വഴിക്ക് ATM കയറി കാശെടുത്ത് കാണുമല്ലോ. ആ, എടുത്തിരുന്നു. അതാ ഞാൻ ചോദിക്കുന്നേ. താ. അത് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയുടെ കയ്യിലോ? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഏട്ടാ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്ത് ചോദ്യമായി ചോദിക്കുന്നേ? ചോദിച്ചതിന് ഉത്തരം പറയ്. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ? എനിക്കിതിന് ഒരുപാട് ഇഷ്ടമാ. ഞാനൊരു കാര്യം ചോദിച്ചാ ചെയ്യുവോ? എന്താന്ന് പറ. ചെയ്തു തരുവോ ഇല്ലയോ? ഉറപ്പായിട്ടും ചെയ്യും. ഇത്രയും കാലം ഏട്ടൻ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ അത് അമ്മയുടെ കയ്യിലല്ലേ കൊടുത്തത്? അതെ. ഇനി മുതല് നിങ്ങളുടെ ശമ്പളക്കാശ് എന്റെ കയ്യിൽ തരുവോ? അതെന്തിനാ? സാധാരണ അമ്മയുടെ കയ്യിലല്ലേ കൊടുക്കാറ്. അത് തന്നെയാ പറഞ്ഞത്. നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തതൊക്കെ മതി. ഇനി മുതൽ ശമ്പളം മുഴുവൻ എന്റെ കയ്യിൽ തരണം. കേട്ടല്ലോ? ഇങ്ങനെ നോക്കി നിന്നാ എങ്ങനെയാ? നിങ്ങൾക്ക് അമ്മയാണ് പ്രധാനമെങ്കിൽ അതങ്ങ് പറഞ്ഞേക്ക്. നീ എന്തൊക്കെയായി പറയുന്നേ? ഇനി വീട്ടിലെ വരവും ചെലവും ഒക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ശമ്പളം മുഴുവൻ എന്റെ കയ്യിൽ തരണം. അപ്പോ എന്റെ അമ്മയ്ക്ക് കാശിന് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നിന്റെ അടുത്ത് ചോദിക്കണമെന്നാണോ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയിരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഏട്ടാ, ഇന്ന് ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചോ? ഞാനും ഓഫീസിലേക്ക് പോവാ. അപ്പൊ അമ്മയ്ക്കുള്ള ഭക്ഷണോ? നിങ്ങൾ അമ്മയുടെ കയ്യിലല്ലേ കൊടുത്തത്? ശമ്പളം എന്റെ കയ്യിലാണോ തന്നത്? ഓഫീസിൽ പോവാന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നമ്മേ. ഈ മാസവും ശമ്പളം എന്റെ കയ്യിൽ തന്നില്ല. നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ഭർത്താവിന് നീയാണോ പ്രധാനം, അതോ അവന്റെ അമ്മയാണോ എന്ന് നോക്കാം. അദ്ദേഹം പിടിതന്ന് സംസാരിക്കുന്നില്ലമ്മേ. അവൻ എങ്ങോട്ട് പോകാനാ? നിന്റെ വഴിക്ക് വരണമല്ലോ. എന്താ ഗണേഷ്, ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? എന്താ കാര്യം? എന്താടാ, ഇന്ന് ഓഫീസിലൊന്നും വരുന്നില്ലേ? ഇല്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ലീവ് പറഞ്ഞേക്ക്. അതെന്താ? കാരണമൊന്നും ചോദിക്കല്ലേ പ്ലീസ്. ഓഫീസിന് ലീവ് എടുക്കാൻ പോവാന്നോ? എന്തു പറ്റി ഗണേഷ്? എന്ത് പറയാനാ ചേച്ചി? ഓർമ്മ വെച്ചപ്പോ മുതലുള്ള യുദ്ധമാ. സ്കൂളില്, കോളേജില്, ഓഫീസില്. ഇതിനെല്ലാം തരണം ചെയ്ത് എങ്ങനെയാ ജയിക്കുന്നത്? ഇതെല്ലാം പോട്ടെന്ന് വെക്കാം. ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന ഈ യുദ്ധം ഉണ്ടല്ലോ, ഛേ, എന്തിനാ ജീവിക്കുന്നത് പോലും തോന്നിപ്പോവാ. അങ്ങനെ എന്തു പ്രശ്നമാ ഗണേഷ് നേരിടുന്നത്? അമ്മയും മരുമകളും തമ്മിലുള്ള യുദ്ധമാ ചേച്ചി. ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് പോലും എനിക്കറിയില്ല. ആ വീട് നരകതുല്യമായിരിക്കുക. നിങ്ങളുടെ ചുറ്റുപാട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ധൃതി പിടിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ പോലും അത്ര തന്നെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. പിന്നെ അമ്മയ്ക്ക് നിങ്ങളോട് കയ്പും വെറുപ്പും തോന്നുകയുള്ളൂ. നിങ്ങളുടെ ചുറ്റുമുള്ളവര് നിങ്ങളെ കാണുമ്പോ എപ്പോഴും നിങ്ങൾ ഭാര്യയുടെ സാരിത്തുമ്പും പിടിച്ചു നടക്കുക എന്ന് പറയും. അതേപോലെ തന്നെ
നിങ്ങളുടെ അമ്മയ്ക്ക് അനുകൂലമായിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞെന്നിരിക്കട്ടെ, പിന്നെ പറയുകയേ വേണ്ട. സമാധാനം പോകും. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് വെറുപ്പുമാകും, വഴക്കുണ്ടാകും. ചുറ്റുമുള്ളവര് നിങ്ങളെക്കുറിച്ച് ഇവനെപ്പോഴും അമ്മയുടെ പിറകെയാണെന്ന് പറയാൻ തുടങ്ങും. ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? സമനില പാലിക്കുന്നതാണ് ബെസ്റ്റ് ഗണേഷ്. വേദപുസ്തകം എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യണം. നിങ്ങളുടെ പെരുമാറ്റം ഒരിക്കലും നിങ്ങളുടെ ഭാര്യയെയും അതുപോലെ അമ്മയെയും വേദനിപ്പിക്കാൻ പാടില്ല. വിവാഹത്തിന് മുൻപ് അമ്മ പ്രധാനമായിരുന്നു, വിവാഹത്തിന് ശേഷം ഭാര്യയും പ്രധാനമാണ്. പക്ഷേ എന്നുവെച്ച് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കടമകൾ ചെയ്യാൻ പാടില്ലെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ പെരുമാറ്റം ശരിയല്ലെന്നിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മൊത്തത്തിൽ നിങ്ങളാണ് നാഥൻ, നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നന്നായി ആലോചിച്ച് തീരുമാനിക്ക്. അച്ഛനില്ലാതെ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രത്തോളം എത്തിച്ച അമ്മയെ പുറന്തള്ളി കളയരുത് മോനെ. നന്നായി ആലോചിക്ക്. ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുക്ക്. ശരി ചേച്ചി. ശരി, അപ്പൊ ഞാൻ പോട്ടെ ഗണേഷ്. ഹലോ, നിന്റെ അമ്മായിയമ്മയാ? അമ്മേ, അമ്മയ്ക്ക് സുഖമാണോ? എങ്ങനെ നന്നായിരിക്കും? എന്റെ മകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെ നന്നായിരിക്കും? അമ്മ എന്തായി പറയുന്നത്? സുധ ഇപ്പൊ അമ്മയുടെ അടുത്താണോ? സുധ ഇവിടെ എന്റെ അടുത്തുണ്ട്. ഇനി അവൾ അങ്ങോട്ട് വരില്ല. ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? തന്റെ ഭാര്യയ്ക്കും തന്റെ അമ്മയ്ക്കും ഇടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഭർത്താവ് സമനില പാലിക്കണം എന്നാണ് ഈ നാടകം നമ്മെ പഠിപ്പിച്ചത്. നിങ്ങളും ഒരു വശത്തേക്ക് ചായാതെ ഒരാളെ മാത്രം അനുകൂലിച്ച് പെരുമാറരുത്. പ്രാർത്ഥനയോടെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തുക. അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക. നിങ്ങളും കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നല്ല വീടെന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രം പറയുന്നു. നല്ല വീടെന്ന ഈ പരിപാടിയിലൂടെ കർത്താവ് അനേകം കുടുംബങ്ങൾക്ക് കൃപ നൽകി നല്ല രീതിയിൽ നടത്താൻ വഴി നൽകിയിട്ടുണ്ട്. അതറിഞ്ഞതിനാൽ ഞാൻ കർത്താവിന് കൂടുതൽ നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷാപാതയിൽ ചില കുടുംബനാഥന്മാർ കുടുംബത്തോടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്ന ഒരു കാര്യം, എന്റെ അമ്മയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ ഭാര്യയെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കാരണം കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് എന്തിന് വീട്ടിലേക്ക് വരണം എന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. വീട്ടിലേക്ക് വരണമെന്ന് പോലും ആഗ്രഹമില്ല എന്ന് പറയുന്നു. കാരണം വീട്ടിൽ കാലെടുത്ത് വെച്ച ഉടനെ എന്റെ അമ്മ എന്റെ ഭാര്യയെക്കുറിച്ച് പല കുറ്റങ്ങളും പറഞ്ഞു തരും. എന്റെ ഭാര്യയാണെങ്കിൽ എന്റെ അമ്മയെക്കുറിച്ച് പല കുറ്റവും കുറവും പറയും. ആരെങ്കിലും ഒരാളെ ഉപദേശിക്കാമെന്ന് വെച്ചാൽ അത് കാരണം പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. കർത്താവിൽ സമാധാനമില്ലാതെ കാണപ്പെടുന്നു. കുടുംബത്തിൽ സമാധാനമില്ല. അതിനാൽ തന്നെ മക്കൾക്കും ആർക്കും തന്നെ ഒരു സമാധാനമില്ലാത്ത സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ പറയുന്ന സഹോദരന്മാരുണ്ട് ശുശ്രൂഷാപാതയിൽ. ഇന്നൊരുപക്ഷേ ഈ പരിപാടി കാണുന്ന നിങ്ങളും ചിന്തിച്ചേക്കാം, ഞങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലായിരിക്കാം നിങ്ങളുള്ളത്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട സഹോദര, കർത്താവിന്റെ വചനം എഫേസ്യർ 5:25 പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ എന്ന് വചനം പറയുന്നു. അതുമാത്രമല്ല, അതേ എഫേസ്യർ 5:31 വായിച്ചു നോക്കിയാൽ, ഒരു മനുഷ്യൻ അമ്മയെയും അപ്പനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നാണ് വചനം പറയുന്നത്. അതേ അധ്യായത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വചനം പറയുന്നത്, ഭർത്താക്കന്മാരെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ നിങ്ങളുടെ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു എന്നാണ് വചനം പറയുന്നത്. അതിനാൽ
ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര, കർത്താവിന്റെ വചനം പോലെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പിൻ. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക, അവളെ സന്തോഷത്തോടുകൂടി നോക്കുക. കുടുംബത്തിന്റെ കാര്യമായിരിക്കാം, മക്കളുടെ കാര്യമായിരിക്കാം, നിങ്ങളുടെ പേരൻസിന്റെ കാര്യമായിരിക്കാം, എന്ത് കാര്യമായിരുന്നാലും നിങ്ങളുടെ ഭാര്യയുമായി നന്നായി ആലോചിച്ച് രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ കർത്താവിന്റെ സമാധാനം കുടുംബത്തിൽ കാണപ്പെടും. അതേപോലെ തന്നെ നിങ്ങളുടെ അമ്മയെയും ബഹുമാനിക്കണം. കർത്താവിന്റെ വചനം പറയുന്നത് അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുക. നാം അതനുസരിക്കേണ്ടതാണ്. അപ്പോൾ അമ്മയെ, പേരൻസിനെ ബഹുമാനിക്കണം. അവരെ നിങ്ങൾ സന്തോഷത്തോടെ നോക്കണം. നിങ്ങളുടെ അമ്മയപ്പന്മാരെ സ്നേഹിക്കണം. നിങ്ങളുടെ അമ്മയ്ക്ക് ചെയ്യേണ്ട കടമകളെല്ലാം തീർച്ചയായും ചെയ്യണം. നിങ്ങളുടെ അമ്മയ്ക്കോ അപ്പനോ അസുഖം പിടിപെട്ടാൽ തക്ക സമയത്ത് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അവർക്ക് ആവശ്യമുള്ള നേരത്ത് തീർച്ചയായും നിങ്ങൾ പണം ചിലവാക്കിയേ പറ്റൂ. അതിനായി നിങ്ങളുടെ അമ്മയെ നിങ്ങൾ സ്നേഹിക്കണം. അവരുടെ കാര്യങ്ങൾ നോക്കണം. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതല്ലേ ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഒരുപക്ഷെ ഈ പരിപാടി കാണുന്ന നിങ്ങൾ ചിന്തിച്ചേക്കാം. പ്രിയമുള്ളവരെ, കുടുംബനാഥനായിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അമ്മയോടായാലും ഭാര്യയോടായാലും പ്രാർത്ഥനയോടുകൂടി അവരെ ആശ്വസിപ്പിക്കുക, ജ്ഞാനത്തോടെ സംസാരിക്കുക. അവർ പരസ്പരം പറയുന്നതൊന്നും കേട്ട് ദേഷ്യപ്പെടരുത്. നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു സ്നേഹമുള്ള വാക്ക് അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ ഒരു മാറ്റമുണ്ടാക്കും. കുടുംബത്തിലൊരു സമാധാനം കർത്താവ് കൊണ്ടുവരും. അതുപോലെ ശുശ്രൂഷ പാതയിൽ കർത്താവ് ചെയ്ത സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുന്നതിനായി ഞാൻ പങ്കുവയ്ക്കാം. ഒരു പ്രിയപ്പെട്ട സഹോദരി മകനും മരുമകളുമായിട്ട് എന്നെ കാണാനായി വന്നിരുന്നു. ആ ചേച്ചി കർത്താവിന് ഭയപ്പെടുന്ന ഒരു സഹോദരിയാണ്. അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, ആ മകനാണ് പറഞ്ഞത്, അവനാണ് ആ കുടുംബം നോക്കിയിരുന്നത്. ആന്റി, എന്റെ അമ്മയെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഭാര്യയെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, മാറി താമസിച്ചാലോ എന്നുപോലും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിനും എനിക്ക് മനസ്സു വരുന്നില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് എന്ന് ആ സഹോദരൻ പറഞ്ഞു. ഞാനപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ അമ്മയോട് എങ്ങനെ സംസാരിക്കണം, ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, എന്റെ കുടുംബത്തെ എങ്ങനെ വഴി നയിക്കണം, എനിക്ക് വിവേകം നൽകണേ. അങ്ങനെ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുന്ന സഹോദരനായി മാറണം. അപ്പോൾ ആ സഹോദരൻ എന്താണ് പറഞ്ഞതെന്നോ, മുൻപൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, മാരേജിന് മുൻപ് പ്രാർത്ഥിച്ചിരുന്നു, ഇപ്പോ ഞാൻ പ്രാർത്ഥിക്കുന്നേ ഇല്ല ആന്റി. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വീട്ടിൽ കയറിയ ഉടനെ അമ്മയുടെ പ്രശ്നം ഒരു വശത്ത്, ഭാര്യയുടെ പ്രശ്നം മറുവശത്ത്. ഇതൊക്കെ കേട്ട് ഞാൻ ഇവരെ ഒന്ന് സമാധാനിപ്പിക്കുമ്പോഴേക്കും നേരം വൈകിപ്പോകുന്നു. പിന്നെ എന്റെ മനസ്സ് വല്ലാതെ തകർന്നു പോകും. പിന്നെ എനിക്ക് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന ഉപദേശം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങൾ ഇതിനായി കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു മാറ്റമുണ്ടാക്കും. നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭാരവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവെ, എന്റെ കുടുംബത്തെ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എന്റെ അമ്മയെ ഏൽപ്പിക്കുന്നു, ഭാര്യയെ ഏൽപ്പിക്കുന്നു, അങ്ങ് തന്നെ നോക്കിക്കൊള്ളണം. ഞാൻ ഇപ്പോൾ തന്നെ അവരെ ഏൽപ്പിക്കുകയാണ് യേശുവേ. ദൈവസ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവർ തമ്മിൽ യാതൊരു വാഗ്വാദവും ഉണ്ടാകരുത്, പരസ്പരം ദേഷ്യപ്പെടരുത്, അവരുടെ ഉള്ളിൽ കയ്പുണ്ടാകരുത്. ഞാൻ ഇവരെ അങ്ങേ ഏൽപ്പിക്കുകയാണ്, എനിക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ് കർത്താവിന് മുൻപാകെ അതിരാവിലെ നിങ്ങളുടെ ഭാര്യയുള്ളപ്പോഴും മക്കളുള്ളപ്പോഴും മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അവിടെ പ്രാർത്ഥിക്കുക. അതേപോലെ കുടുംബ പ്രാർത്ഥനയും വേണം. കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ല ആന്റി, ഈ ചുറ്റുപാടിൽ എന്തു പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. എന്റെ അമ്മയും എന്റെ ഭാര്യയുമാണ് പ്രാർത്ഥിക്കാറുള്ളത്, എനിക്ക് എന്തു പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നേ അറിയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും കർത്താവെ, അങ്ങൊരു നല്ല കുടുംബം തന്നിട്ടുണ്ട്, എനിക്കൊരു നല്ല അമ്മയെ തന്നു. അമ്മയും കർത്താവെ ഈ ചുറ്റുപാടിൽ വളരെ വിവേകത്തോടെ ജ്ഞാനത്തോടെ പെരുമാറാനുള്ള ഒരു കൃപ അവർക്ക് നൽകണേ. അവരെ അങ്ങ് നോക്കിക്കൊള്ളണേ. അതേപോലെ ഭാര്യയെയും അങ്ങേ ഏൽപ്പിക്കുകയാണ്. ദൈവ സമാധാനം ഈ കുടുംബത്തിൽ നിലനിൽക്കണം. ഇത് യേശുവിന്റെ കുടുംബമായി തീരണം. അതിനായി ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും അത് കർത്താവിന് മുൻപാകെ തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ അവരെ ഉപദേശിച്ച് പറഞ്ഞയച്ചു. പിന്നീട് അവർ വീട്ടിൽ പോയിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞ്, ആന്റി, ഞങ്ങൾ വീണ്ടും ആന്റിയെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനും അവരോട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ സഹോദരനെ നോക്കിയപ്പോ മുഖത്ത് വളരെയധികം സന്തോഷം തോന്നി. ആ അമ്മായി അമ്മയും മരുമകളും ഉണ്ടല്ലോ, രണ്ടുപേരും ഒരേപോലെയുള്ള സാരി ഉടുത്താ വന്നത്. എനിക്ക് അവരെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. 3 പേരും
അവര് കാറിൽ നിന്നിറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും വളരെ ചിരിച്ച മുഖത്തോടെ വന്നു. അവരെ കണ്ടപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കർത്താവിന്റെ സമാധാനം ആ കുടുംബത്തിൽ നിറഞ്ഞിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. വീട്ടിൽ വന്ന ഉടനെ ആ സഹോദരൻ പറഞ്ഞു, കർത്താവ് തന്ന ഉപദേശമനുസരിച്ച് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസമല്ല 2 ദിവസമല്ല, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും തോറും ഒരു 15-20 ദിവസത്തിന് ശേഷം എന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാത്ത നിങ്ങൾ, അതിരാവിലെ ഇങ്ങനെയൊന്നും എഴുന്നേൽക്കാറില്ലാത്ത നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഞാൻ തീർച്ചയായും കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് ക്ഷമ നൽകണേ, താഴ്മ നൽകണേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ, എന്റെ അമ്മായിയമ്മയെ അമ്മയെപ്പോലെ സ്നേഹിക്കണം, ആ ഹൃദയം എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നവൾ പറഞ്ഞു എന്ന്. അതേപോലെ കുടുംബ പ്രാർത്ഥനയിൽ എനിക്ക് എന്ത് ദുഃഖമായാലും, കർത്താവെ എനിക്ക് വീട്ടിലേക്ക് വരാനേ മനസ്സില്ലല്ലോ, ഓഫീസിൽ തന്നെ താമസിച്ചാലോ എന്ന് തോന്നുന്നു, വീട്ടിലേക്ക് വരണ്ട, ഈ 2 പേരും അമ്മയും ഭാര്യയും തമ്മിൽ എപ്പോ നോക്കിയാലും വഴക്കും വക്കാണവും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ അമ്മ ഒരൊറ്റ ആഴ്ച കൊണ്ട്, മോനെ, കണ്ണുനീരൊഴുക്കിയുള്ള നിന്റെ ഈ പ്രാർത്ഥന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി ഞാൻ ആവശ്യമില്ലാതെ ഒരു വാക്കുപോലും സംസാരിക്കില്ല, ഞാൻ പ്രായം കൊണ്ട് മൂത്തതാണ്, ഞാൻ ക്ഷമയോടുകൂടി പെരുമാറുമെന്ന് എന്റെ അമ്മയും എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. 3 പേരും കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. എന്റെ ഭാര്യയും തന്റെ തെറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്റെ അമ്മയും ചെയ്ത തെറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കപ്പെട്ട ഉടനെ, ഞാൻ എന്റെ ഭാര്യയ്ക്കായി എന്റെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടനെ കുടുംബത്തിൽ ഒരു വലിയ മാറ്റം കർത്താവ് കൽപ്പിച്ചരുളി. ഇന്ന് ഞങ്ങൾ കർത്താവിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു കുടുംബമായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അത്രത്തോളം സന്തോഷത്തോടെയാണ് അവർ വന്ന് എന്നോട് സാക്ഷ്യം പറഞ്ഞത്. ഇന്ന് പ്രിയപ്പെട്ട സഹോദര, കുടുംബത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും, അമ്മയെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യും, 2 പേരെയും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, ആരും എന്റെ ഉപദേശം കേൾക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു ദുഃഖത്തോടെ ഈ പരിപാടി നിങ്ങൾ കാണുകയായിരിക്കാം. നിങ്ങൾ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കപ്പെടണം. ഭാര്യയ്ക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് മാറ്റമുണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആവില്ല. എങ്ങനെയാണോ ഈ സഹോദരനെയും കുടുംബത്തെയും കർത്താവ് സാക്ഷിയായി നിർത്തിയത്, അതേപോലെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ സാക്ഷിയായി നിർത്തും. നിങ്ങളുടെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ കർത്താവ് നൽകും. കർത്താവിന് മുൻപാകെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കപ്പെടാൻ സമർപ്പിക്കുക. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഒരു വലിയ മാറ്റം നിങ്ങൾ കാണും. ഇത്രയും വലിയ ഒരു സമാധാനം കർത്താവ് എന്റെ കുടുംബത്തിന് കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയും വിധം ദൈവ സമാധാനം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാക്കും. അങ്ങനെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നമുക്കിപ്പോൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു യേശുവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. സ്തോത്രമർപ്പിക്കുന്നു യേശുവേ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, പ്രിയപ്പെട്ട ഓരോ കുടുംബനാഥനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവേ. ഭാര്യയെയും സന്തോഷിപ്പിക്കണം, അമ്മയെയും സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരനെ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങ് ജ്ഞാനം നൽകണമേ. അങ്ങ് ഈ പ്രിയപ്പെട്ട സഹോദരന് അതിനുള്ള ജ്ഞാനവും വിവേകവും നൽകണമേ. ഈ സഹോദരൻ അമ്മയോടോ ഭാര്യയോടോ ദേഷ്യപ്പെടാത്തവണ്ണം കർത്താവെ ജ്ഞാനത്തോട് സംസാരിക്കാനും ആശ്വാസവാക്കുകൾ പറയാനും ഒരു അഭിഷേകം ഈ സമയത്ത് ഈ സഹോദരന് കൊടുക്കാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുടുംബനാഥനും അങ്ങിത് നൽകണമേ. പലതരം പ്രശ്നങ്ങളോടുകൂടി കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് കർത്താവെ ദുഃഖിതനായി കാണപ്പെടുന്ന ഓരോ സഹോദരനെയും കർത്താവെ അങ്ങ് ആശ്വസിപ്പിച്ച് ശക്തി നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവേ. അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിതാവേ, അങ്ങയ്ക്ക് നന്ദി. ഈ പ്രാർത്ഥനയിലൂടെ കുടുംബങ്ങളിൽ ഒരു വലിയ മാറ്റം കർത്താവ് കൽപ്പിച്ചരുളി അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഈ പരിപാടി കണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ കുടുംബത്തെയും കർത്താവിന്റെ സമാധാനം കൊണ്ടങ്ങ് നിറയ്ക്കണമേ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കപ്പെടണം. കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുക. കർത്താവ് കുടുംബത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നതാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും മറ്റ് ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്.
നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിൽ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.